ഒരു തട്ടിക്കൂട്ട് മുട്ടച്ചോറുണ്ടാക്കിയാലോ? അതിന് വേണ്ടത് 3 സവാള അരിഞ്ഞത്, 2 കതിർപ്പ് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് പൊടികളാണ്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. പൊടികളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. അളവൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മുട്ട പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് പാൻ വെക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സവാളയൊക്കെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശകലം ഉപ്പും കൂടെ ചേർക്കണം. കാരണം നമ്മൾ ഈ സവാളയൊക്കെ പെട്ടെന്ന് വാടി വരാനായിട്ട് ഉപ്പ് നല്ലതാണ്. അപ്പം നമ്മൾ ഓൾറെഡി മുട്ടയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഇതിനകത്ത് ഉപ്പിടാനായിട്ട്. ഇപ്പം എന്താണ്ട് ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഗോൾഡൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതിത്രയാണ് ചേർക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഞാനാണെങ്കിൽ ആ സവാളയൊക്കെ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ടാണ് മുട്ട ഒഴിച്ചത്. അല്ലാണ്ട് ഡയറക്റ്റ് ഒഴിച്ചാലും കുഴപ്പമില്ല. നമ്മളിത് ചിക്കി എടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ടച്ചോറിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോറ് ചേർക്കാം. നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞാൻ കുറച്ചധികം ചോറ് ഇട്ടു. അവസാനം ആ പാത്രത്തിൽ ആ പാനിൽ ഇതെല്ലാം കൂടെ ഇളക്കാൻ മിക്സ് ആക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു കണക്കൊക്കെ വെച്ച് ചെയ്യുമ്പം കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം ഇതിന് നമ്മൾ ചേർത്ത മസാലയും സവാളയൊക്കെ ചോറിനകത്ത് നന്നായിട്ട് പിടിക്കണം. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇനി കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ചോറൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് മുട്ടച്ചോറ് തയ്യാർ. ഒരു കുഞ്ഞ് അച്ചാറോ ഒരു സാലഡോ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.